സ്റ്റൈൽ ഓഫ് ട്രേഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നാളെ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആണ്. അപ്പോൾ ഇതിപ്പോൾ 50,800ലാണ് ഇന്ന് ക്ലോസിങ് വന്നിരിക്കുന്നത്. അതായത് അതൊരു റെസിസ്റ്റൻസിൻ്റെ അടുത്താണ്, ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണത്. അപ്പോൾ അവിടെ 5800 ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പം അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 51,000 ഒരു റെസിസ്റ്റൻസ് ആണ്. നാളെ ഗ്യാപ്പ് അപ്പ് ആയിട്ട് 51,000ൻ്റെ താഴെയാണെങ്കിൽ 51,000 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ 51,250 പിന്നെ 51,550 ആ ഒരു റേഞ്ച് ആണ് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. അപ്പോൾ നാളെ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ആണ് ഇവിടെ കൺസോളിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 51,500 വരെ ഒരു അപ്സൈഡ് കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് നോക്കുവാണെങ്കിൽ 50,650 ആ റേഞ്ച് ഒരു സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 50,250 to 300 ഒരു സപ്പോർട്ടാണ്. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ ഒരു 24,800 ഒരു റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ താഴെയാണ് 24,700ൻ്റെ അടുത്താണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുകളിലേക്ക് പോകണമെങ്കിൽ 800 പിന്നെ 950 to 25,000 ഒരു നല്ല റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉള്ളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഗ്യാപ്പ് അപ്പ് ആയിട്ട്, അതായത് 24,800ൻ്റെ മുകളിലാണെങ്കിൽ 25,000 വരെ ചിലപ്പോൾ ഒന്ന് ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പം നല്ലൊരു റിജക്ഷൻ വന്ന് സപ്പോർട്ടെന്ന് പറയുന്നത് 24,500 24,400 ഉള്ള ഇടയിലുള്ളൊരു സോണ് നല്ലൊരു സപ്പോർട്ടാണ്. അതിൻ്റെ താഴെ 24,300 to 350 330 ആ ഒരു റേഞ്ചിലും ഒരു ഡെയിലി ക്ലോസിൻ്റെ ഒരു സിങ് പോയിൻ്റ് വരുന്നുണ്ട്. അതും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം. അപ്പോൾ നാളെ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 24,500ൻ്റെയും 800ൻ്റെ ഇടയിൽ ഒരു വോളട്ടൈലായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഒത്തിരി ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ചിലപ്പം ഈ സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് 24,500ൻ്റെ അടുത്തേക്ക് 300ൻ്റെ അടുത്തേക്ക് വരാനും സാധ്യതയുണ്ട്. ഫ്ലാറ്റ് അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ 24,800 ഒരു റെസിസ്റ്റൻസും 24,950 ഒരു റെസിസ്റ്റൻസ് ആണ്. അവിടെ നിന്ന് റിവേഴ്സ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവിടെ കൺസോളിഡേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസാണ് കാണുന്നത്. അപ്പോൾ നാളെ ഇതനുസരിച്ച് ചാർട്ട് നോക്കിയിട്ടുള്ളൊരു ട്രേഡ് എടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.